അഴിമതി കരാർ റദ്ദു ചെയ്യണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ്. ഭൂതത്താൻകേട്ട് ടൂറിസം സർക്കാർ FSIT റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകിയ അഴിമതി കരാർ റദ്ദു ചെയ്യണമെന്ന് മുൻ മന്ത്രി TU കുരുവിള ആവശ്യപ്പെട്ടു. ഇത് തീർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂതത്താൻകേട്ട് ഇവിടെ കാണുകയില്ലായിരുന്നു. LDF കാലത്ത് ഒന്നും ചെയ്തില്ല. UDF ഗവൺമെന്റ് കാലത്ത് വന്നപ്പോഴാണ് ഇതെല്ലാം ചെയ്തത്. ഇത് നാടിനെ നമുക്ക് മറക്കുവാൻ സാധിക്കില്ല. രാജിവെക്കൂ, പുറത്തു പോകൂ. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് പ്രവൃത്തി മേഖലയിൽ യാതൊരു മുൻപരിചയവും ഇല്ലാത്തവരാണ്. 1 കോടി രൂപ മാത്രം മൂലധനമുള്ള കമ്പനിക്ക് 25.41 കോടി രൂപയ്ക്കാണ് കരാറ് നൽകിയത്. ഇടതുപക്ഷ സർക്കാരും MLAയും അഴിമതി മാത്രം ലക്ഷ്യമാക്കി ഭൂതത്താൻകേട്ടിലെ ടൂറിസം കച്ചവടം ചെയ്തിരിക്കുകയാണ്. വരുന്ന 2 വർഷം കൊണ്ട് ഈ പ്രദേശത്ത് ഏതാനും പ്രവർത്തനങ്ങൾ മാത്രം നടത്തുകയും അടുത്ത 30 വർഷക്കാലത്തേക്ക് ഭൂതത്താൻകേട്ടും അനുബന്ധ മേഖലയിലും ഫീസ് പിരിക്കുവാനുള്ള അവകാശവും ഈ കമ്പനിക്ക് നൽകിയിരിക്കുകയാണ്. ഫീസിന്റെ 5% മാത്രമാണ് സർക്കാരിന് ലഭിക്കുന്നത്. സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഭൂതത്താൻകേട്ടും അനുബന്ധ പ്രദേശങ്ങളും നാളിതുവരെ സംരക്ഷിക്കപ്പെടാതെ അടിസ്ഥാന സൗകര്യങ്ങളോ അറ്റകുറ്റപ്പണികളോ നടത്താതെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. കേവലം ഒരു ബിനാമി കടലാസ് കമ്പനിക്ക് സർക്കാർ നൽകിയ കരാർ റദ്ദു ചെയ്ത് പ്രാദേശികമായി ആലോചനകൾ നടത്തി DTPC പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ ഭൂതത്താൻകേട്ട് ടൂറിസം നടപ്പിലാക്കാത്ത പക്ഷം കൂടുതൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. നിങ്ങൾ ഓർത്തോളം ഈ ഭൂതത്താൻകേട്ടിൽ ഒരു മീൻ പിടിക്കണമെങ്കിൽ ഒരു കരാർ കമ്പനിയുടെ അനുവാദം വേണം. അവര് പണം നിശ്ചയിക്കും. ഇവിടെ നമുക്ക് നടക്കണമെങ്കിൽ പണം കൊടുക്കേണ്ടി വരും. പെരിയാറിന്റെ ഇരുകരകളിൽ കൂടി സഞ്ചരിക്കണമെങ്കിൽ പണം കൊടുക്കേണ്ടി വരും. എല്ലാത്തിനും നികുതിയും കൊള്ളയും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇവിടെ പുല്ല് ചെത്താൻ പോലും സമയം കിട്ടാത്ത നെറികെട്ട MLA ആണ് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് ഈ ഭൂതത്താൻകേട്ട് വിറ്റിരിക്കുന്നത്. നമുക്കിതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു ധർമ്മ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. നമ്മുടെ പ്രകൃതിയും നമ്മുടെ മണ്ണും സംരക്ഷിക്കുവാനുള്ള ധീരമായ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. എത്രയോ കമ്പനികൾ കേരളത്തിലുണ്ട്. ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ പ്രസ്ഥാനങ്ങൾ, പ്രിയപ്പെട്ട റോഹിച്ചേട്ടനൂടെ ഉണ്ട്, എത്രയോ പ്രസ്ഥാനങ്ങൾ ഈ ഭൂതത്താൻകേട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവരെ ഒന്നും ഏൽപ്പിക്കാതെ, അവരുമായി ചർച്ച നടത്താതെ DTPCയെ നോക്കൂത്തിയാക്കിക്കൊണ്ട്, ടൂറിസം വകുപ്പിനെ നോക്കൂത്തിയാക്കിക്കൊണ്ട് വിൽപ്പന നടത്തുവാൻ ഈ MLA മുന്നോട്ട് വന്നുവെങ്കിൽ കൊള്ളയാണ് ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയോജകമണ്ഡലം പ്രസിഡന്റ് AT പൗലോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര, CK സത്യൻ, റോയിസ് കറിയ, റാണിക്കുട്ടി ജോർജ് അമ്പാട്ട്, ആന്റണി ഓലിയപ്പുറം, ജോജിസ് കറിയ, KM എൽദോസ്, ജോണി പുളിന്തടം, ജോസ് K കവളമാക്കൽ, തോമസ് തെക്കേക്കര, ലിസി പോൾ, MB ചന്ദ്രൻ, മാത്യൂസ് VO, സജി തെക്കേക്കര, ജോസ് തുടുമേൽ, എൽദോസ് വർഗീസ്, ബിനോയ് ജോസഫ്, VP എൽദോസ്, ജോസ് കൈതക്കൽ, ജോബ് വെട്ടിക്കുഴ, ജോസി പോൾ, ജോസ് കാക്കനാട്, PD ബേബി തുടങ്ങിയവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.